ഇയാളെങ്ങോട്ടായി രാത്രി പോണേ? ഇനി ഇതുപോലെ ഉറക്കൊളിച്ച് എന്റെ ജീവിതം ഇവിടെ തളച്ചിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ വേളാങ്കണ്ണിക്ക് പോവാ, അവിടുന്ന് നാട്ടിലേക്ക്. മതിയായി. താനും കൂടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പോവാൻ. പൊയ്ക്കോ. ഞാൻ ആരും ഇല്ലാത്തവനല്ലേ, പൊയ്ക്കോ. മോഹങ്ങളൊന്നും ഇല്ലാത്ത എന്നെ ഒരുത്തി വെറുതെ മോഹിപ്പിച്ചു. എന്നിട്ട് കുടുംബ മഹിമയുടെ കാര്യം പറഞ്ഞ് അവരെന്നെ ആട്ടി ഇറക്കി വിട്ടു. പടി ഇറങ്ങിയപ്പോഴും ഞാൻ വിചാരിച്ചു അവള് കൂടെ വരുന്നു. അവള് വന്നില്ല. ഇനി താൻ മാത്രമായിട്ട് ഇവിടെ നിൽക്കുന്നില്ല. പോടോ, താൻ പോയിക്കോ, പോടോ. പോവാ. ആ എന്തിനാ രാജകുമാരി ഈ രാത്രി ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? എന്റെ ഇല്ലായ്മകളുടെ ബാക്കി കണക്കെടുക്കാൻ? അത് എന്റെ ഈ അനാഥന്റെ ഇച്ചിരി മനസ്സമാധാനം ബാക്കിയുള്ള നശിപ്പിക്കാനോ? അനാഥൻ, ആ ഒരൊറ്റ വാക്കിൽ തലകുനിച്ചിറങ്ങിപ്പോന്ന റോയിയല്ല ഞാൻ സ്നേഹിച്ചത്. വേണ്ടതിനും വേണ്ടാത്തതിനും ചൂടാവുന്ന തന്റേടിയായ ഡോക്ടർ റോയിയുടെ ഉള്ളിലെ മനുഷ്യനെയാണ് ഞാൻ സ്നേഹിച്ചത്. ആക്ഷേപിച്ചതിലും അപമാനിച്ചതിലും അല്ല റോയ് തല കുനിച്ചത്. നിന്റെ മൗനം അതാണ് എന്നെ തളർത്തിയത്. നീ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ നിന്നെയും കൊണ്ട് ഞാൻ അവിടെ ഇറങ്ങുള്ളായിരുന്നു. സംസാരശേഷി നഷ്ടപ്പെട്ട് തളർന്നു കിടക്കുന്ന എന്റെ അമ്മയെ വിട്ടിട്ട് എനിക്കപ്പോ വരാൻ കഴിഞ്ഞില്ല. പക്ഷെ എന്റെ അമ്മ റോയിയോടൊപ്പം ജീവിക്കാൻ സന്തോഷത്തോടെ അനുഗ്രഹിച്ചപ്പോ എല്ലാം വിട്ടെറിഞ്ഞ് ഞാൻ വന്നു. ഇനി എനിക്ക് വേളാങ്കണ്ണിക്ക് പോകാനും എന്നുള്ളതെല്ലാം ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. കെട്ടിപ്പിടിച്ച് ഒരുപാട് ഒരുപാട് ദിവസങ്ങൾ അല്ല, ഒരുപാട് ഒരുപാട് വർഷങ്ങൾ, ഒരുപാട് ഒരുപാട് ജന്മങ്ങൾ. നമ്മൾ ക്രിസ്ത്യാനികൾക്ക് ഒരു ജന്മേ ഉള്ളൂന്നാ. വിശ്വാസം വേറെ, ആഗ്രഹം വേറെ. റോയ്, ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയൂ? കാര്യം കേട്ടിട്ട് പറയാം. കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞു നടന്ന ആളല്ലേ? അതെ. പിന്നെന്തിനാ എന്നെ? നിന്നെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട്. എന്താ അത്രയ്ക്ക് ഇഷ്ടം തോന്നാൻ? അതാണ് ഞാനും ആലോചിക്കുന്നത്. നിന്റെ ഉണ്ട കണ്ണ് കണ്ടിട്ടാണോ, അതോ ഈ പടവലങ്ങ പോലത്തെ മൂക്ക് കണ്ടിട്ടാണോ, അതോ ഈ പഞ്ചാര ചിരി കണ്ടിട്ടാണോ? ഇതൊന്നുമല്ല, ഈ തവളയില്ലേ, തവളയുടെ മുഖം പോലുള്ള ഡോക്ടർ കുരിശിങ്കലിന്റെ നീസായത് കൊണ്ടാണോ? ഒന്നും പറയണ്ട. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞല്ലേ. എന്തിനാ മോളെ ഇത്രയും ഡ്രസ്? 3 ദിവസത്തെ കോൺഫറൻസ് അല്ലേ ഉള്ളൂ. രാവിലെയും വൈകുന്നേരം ഓരോ സെഷന് പോകുമ്പോഴും ഓരോ ഡ്രസ് ഇടണം. കൂടുതൽ ഇരിക്കട്ടെ. അതിന് ഞാൻ അവിടെ പോയി ജസ്റ്റ് ഒന്ന് തല കാണിച്ചിട്ട് അടുത്ത ഫ്ലൈറ്റ് തിരിച്ചു വരും. അതൊന്നും വേണ്ട. നാഷണൽ ലെവലിലുള്ള സർജൻസ് കോൺഫറൻസാ. 3 ദിവസം അറ്റൻഡ് ചെയ്തിട്ട് പേപ്പറും പ്രസന്റ് ചെയ്തിട്ട് വന്നാ മതി. അയ്യരാ ഭാഗ്യവാൻ. അയ്യര് പറയാറുണ്ട്, ഒരു ദിവസം അയ്യരെ കണ്ടില്ലെങ്കിൽ സുബ്ബമ്മാൾ പൊട്ടിക്കരയെന്ന്.
ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം പോലും ആയില്ല. പൊട്ടിക്കരച്ചിൽ പോയിട്ട് ഒരു ഗദ്ഗതം പോലും ഇല്ല. എന്തു പറ്റി? ഒരു ദിവസം പോയിട്ട് ഒരു നിമിഷം പിരിഞ്ഞിരിക്കാൻ എനിക്ക് മനസ്സുണ്ടായിട്ടല്ല. പക്ഷെ ഞാൻ വിവാഹം കഴിച്ചത് പ്രശസ്തനായ ഒരു ഡോക്ടറെയാണ്. ഞാൻ കാരണം ആ സൽപ്പേരിനൊരു കുറവ് വരാൻ പാടില്ല. നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞല്ല. ആരോരും ഇല്ലായിരുന്നു എനിക്ക്. നീ ഭാര്യ മാത്രമല്ല, എല്ലാമാണ്. ഇതുവരെ കിട്ടാതിരുന്ന സ്നേഹം ഒരുമിച്ച് കിട്ടിയപ്പോ എനിക്ക് നിന്നെ ഒരു നിമിഷം പിരിഞ്ഞിരിക്കാൻ വയ്യ. അതുകൊണ്ട് ഡോക്ടർ റോയ് എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഭാര്യയുടെ അടുത്ത് ഓടിയെത്തുന്നതാണ്. എന്താ രാവിലെ രണ്ടുപേരും കൂടെ ബഹളം? ഒന്നുമില്ല, ഞാൻ ബോംബെ വരെ ഒന്ന് പോവാ. അപ്പൊ അച്ഛൻ എന്താ രാവിലെ? ഞാന് ആ, വെറുതെ ഒന്ന് കയറിയതേ ഉള്ളൂ. ആ, ഞാന് എന്നാല് നീ ഇറങ്ങിക്കോ, ആ, ഇറങ്ങിക്കോ. ആ, കഴിഞ്ഞോ? അങ്ങനൊന്നുമില്ല. ഞാൻ സത്യത്തിൽ റോയി ഒന്ന് കാണാൻ വന്നതാ. പക്ഷെ ഒരു വഴിക്ക് പോവാൻ നിൽക്കുമ്പോ എങ്ങനാ പറയുന്നേ, അതുകൊണ്ട് പറഞ്ഞില്ല. എന്താ അച്ചോ? എനിക്ക് വീണ്ടും ഒരു പെയിൻ ഇടതുവശത്താ. അതിനെന്താ അച്ചോ? ഞാൻ ഹോസ്പിറ്റലിലോട്ടാ. അച്ഛനും പോര്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്കപ്പ് ചെയ്യാം. ചെക്കപ്പ് ഒക്കെ ചെയ്യാം, പക്ഷെ ഈ കുത്തിവെപ്പ്, ബ്ലഡ് ടെസ്റ്റിംഗ് അതൊന്നും പാടില്ല. No problem, doctor. I will take care of this. Excuse me, doctor. Sure. Yes. Doctor, please have a look at this. ഞാൻ ഷോക്ക്ഡ് ആയിപ്പോയി. See, one kidney is missing. അതിന് ഷോക്ക്ഡ് ആകാനൊന്നുമില്ലല്ലോ. ആരുടെയോ ജീവൻ രക്ഷിക്കാൻ ഒരു വൃക്ക ദാനം ചെയ്ത നല്ല മനസ്സുള്ള ഏതോ ഒരാളുടെ എക്സ്റേ, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് കിഡ്നി വിറ്റ ഒരാളുടെ എക്സ്റേ. ഈ 2 കാറ്റഗറിയിലും നമ്മുടെ ഫാദർ പെടില്ലല്ലോ. ഏത് ഫാദർ? ഫാദർ തയ്യൽ, യുവർ പേഷ്യന്റ്. ഫാദർ തയ്യലോ? വെറും ഒരു ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാ വിറയ്ക്കുന്ന ഫാദർ ഒരു മേജർ സർജറിക്ക് സമ്മതിച്ചു കാണൂ? തന്നെയല്ല, ഇങ്ങനൊരു ഹിസ്റ്ററി പറഞ്ഞതായി എനിക്ക് ഓർമ്മയില്ല. ആ, ഫാദർ തയ്യലിൻ്റെതായതുകൊണ്ട് പിന്നെ സംശയിക്കാനൊന്നുമില്ല. ഇതൊരു കോൺജിനറ്റൽ അബ്നോർമാലിറ്റിയാണ്. എന്ന് വെച്ചാൽ ജന്മനാൽ ഒരു കിഡ്നി മാത്രമുള്ള അവസ്ഥ. ആ, അതിരിക്കട്ടെ. ഇപ്പൊ എന്താ ഈ എക്സ്റേയും മറ്റും എടുത്ത് നോക്കാൻ? ഇന്ന് രാവിലെ ഫാദർ വന്നിരുന്നു, നല്ല ബാക്ക് പെയിനുമായിട്ട്. ഒരു റൂട്ടീൻ ചെക്കപ്പ്. ഏതായാലും ഫാദർ തയ്യൽ എന്റെ പേഷ്യന്റ് അല്ലേ, എന്നെ ഒന്നൊന്ന് കാണാൻ പറയും. ഡോക്ടർ, യെസ്. എക്സ്റേ. ഓ, സോറി. നിനക്കെന്തിനാ മോളെ ഈ പഴയ സാധനം? ഒന്നുമില്ല. പഴയ എക്സ്റേയും പുതിയ എക്സ്റേയും കൂടി ഒന്ന് കമ്പയർ ചെയ്യണമായിരുന്നു. അത് കുഴപ്പമില്ല, പക്ഷെ 5-8 കൊല്ലം മുമ്പ് എടുത്തതാ. അപ്പൊ ഈ ആന്തരാവയവങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ചില തേയ്മാനമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അതിന്റെ ഒരു കൺസിഡറേഷൻ. ഞാൻ വരട്ടെ. അല്ല, ഈ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലേ? ഇല്ല. ഓ, ഡോക്ടർ ആനി ഫാദർ തയ്യലിന്റെ ഓപ്പറേഷന് മുൻപും പിൻപുമുള്ള എക്സ്റേ പരിശോധിക്കുകയാണ്. ഒരു കിഡ്നി മിസ്സായെന്നുള്ള കാര്യം ആനിക്ക് മനസ്സിലായെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ വേണ്ടത് ഞാൻ തീരുമാനിച്ചോളാം. ഐ വിൽ മാനേജ്.
പുലർച്ചയ്ക്ക് സൈക്കിൾ നന്നാക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ കണ്ണു തുറന്നപ്പോൾ ഹോസ്പിറ്റലിലാ. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കേസ് ഹിസ്റ്ററി വായിച്ച് മനസ്സിലാക്കി. ഞാനിപ്പോൾ ഇങ്ങനെയുള്ള ആക്സിഡന്റ് കേസിനെ കുറിച്ച് ഒരു റിസർച്ചിലാ. ഇഫ് യു ഡോണ്ട് മൈൻഡ് പുതിയൊരു എക്സ്റേ എടുക്കാൻ എന്നെ അനുവദിക്കണം. വൈ നോട്ട്, യു ആർ വെൽക്കം. താങ്ക് യു. ഹലോ. ഹലോ, ഡോക്ടർ റോയി മാത്യു ഉണ്ടോ? ഇല്ലല്ലോ. എന്നാ മിസ്സസ് റോയിയെ വിളി. മിസ്സസ് റോയ് ആണ് സംസാരിക്കുന്നത്. ആരാ? ഞാൻ നിന്റെ കെട്ടിയവൻ മിസ്റ്റർ റോയ്. റോയോ? എവിടുന്നാ? ഞാനിങ്ങെത്തി ഇവിടുത്തെ എയർപോർട്ടിൽ നിന്നാ. നാളെ വരുമെന്ന് പറഞ്ഞിട്ട്. എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നി, ഞാനിങ്ങി പോന്നു. നീ ഇല്ലാതെ എന്തോന്ന് കോൺഫറൻസ്. വാട്ട്സ് ലൈഫ് വിതൗട്ട് എ വൈഫ് മൈ ഡിയർ. റോയ് ഇനി വേഗം വാ. ഐ ഹാവ് സർപ്രൈസ് ഫോർ യു. ഞാനും വലിയൊരു സർപ്രൈസുമായിട്ടാണ് വന്നിരിക്കുന്നത്. മോളെ എളുപ്പം റെഡിയാകുക, നമുക്കിന്ന് ഡിന്നർ വിളിക്കുന്നു. ഓക്കെ? ഓക്കെ ഓക്കെ, എളുപ്പം വാ. എളുപ്പം വരണമെങ്കിൽ തരാറുള്ളത് വേഗം താ. ഫോണിലൂടെയോ? ഓ റോയ്, വേഗമാകട്ടെ, ഐ എം വെയിറ്റിംഗ്. കിട്ടിയില്ലല്ലോ. ഹലോ ഡോക്ടർ. ഹലോ. ഭാര്യ വിളിക്കാനാ? അല്ല, വല്ലപ്പോഴൊക്കെ ഭാര്യയെ വിളിക്കണ്ടേ? എന്താ ഇത്?